ഹലോ, ആളുണ്ടോ ചേട്ടോ? എന്തുവാ? ആ, എന്താണ് ഇനിയിപ്പോ ചേട്ടാന്ന് വിളിച്ചോന്നൊന്നും പറയരുത് കേട്ടോ. കണ്ടപ്പം പെട്ടെന്ന് അങ്ങ് തോന്നി വിളിക്കുന്നത് കേട്ടോ. സീനിയർ സിറ്റിസൺ അല്ലേ? അതെ, അതിന്റെ ഒരു പരിഗണന. അതെ. എന്താ പരിപാടി ഇവിടെ? എന്താ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങായിരുന്നു. അതിനാണ് തോർത്തൊക്കെ കൊടുത്ത് ഇരിക്കുന്നത്. ഇതെന്താ തോർത്ത് കൊടുത്തതിന് എന്നാ കുഴപ്പം? ഞാൻ മുണ്ടുപോയി കാണിക്കാനല്ലോ വീഡിയോ ചെയ്യുന്നത്. ആ, അത് ശരിയാ. മേളിൽ ഇത്രയല്ലേ കാണിക്കുന്നുള്ളൂ അല്ലേ? കാണുന്ന ഫേസും തോട് വരെയുള്ളത് കണ്ടാൽ മതിയല്ലോ. ബാക്കി നിങ്ങളെല്ലാം വിചാരിക്കുന്നത് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലയോ, കോമഡി പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. മേളി കോട്ടും ടൈയും എല്ലാം കാണും, താഴെ ചിലപ്പം മുണ്ടോ തോർത്തോ എന്താ ഉള്ളത് അതായിരിക്കും. അത്രേ ആകത്തുള്ളൂ, താഴോട്ട് കാണുന്നില്ലല്ലോ. കാണാത്ത എങ്ങനെ ഇരിക്കട്ടെ, എങ്ങനെ ഇരിക്കും, അതും കുഴപ്പമൊന്നുമില്ല. നല്ല ഐഡിയ. നാട്ടുകാർ കാണുന്നില്ല ഞാനിവിടെ തോർത്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ അഫ്സലിപ്പ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ആണോ? നാട്ടുകാർ കാണണം. ഇപ്പൊ ഞാൻ തോർത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒന്നാമതെ നാട്ടുകാർ പറയുന്നുണ്ട് തണ്ടി അതുകൊണ്ട് ഞാൻ താഴോട്ട് കാണിച്ചില്ല. എന്താ കുഴപ്പം? ഇപ്പൊ നിങ്ങളുടെ ഇരിപ്പ് ഒരു കുഴപ്പമില്ല, നല്ല ടിപ്പ് ടോപ്പില് നല്ല സുന്ദരമായിട്ടിരിക്കുക. പക്ഷെ താഴോട്ടും എനിക്ക് നല്ല ഗ്ലാമറാണ്. നല്ല ഗ്ലാമറാ. താഴോട്ട് കാണാതിരുന്നാ മതി തോർത്തൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. നാണം പറയാനല്ലേ നമ്മൾ തുണി ഉപയോഗിക്കുന്നത്. അതെ, ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന മാതിരി ഇപ്പൊ അഫ്സല് വന്നോക്കെ ബാക്കി അങ്ങനെ പെണ്ണുങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഇത്രയും വലിയ ചാനലും ഒക്കെ വെച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം ഡ്രസ് ഇട്ടോണ്ടാ? അല്ല, അതല്ല, അത് നമ്മളുടെ ഒരു സൗകര്യമാണ്. നിങ്ങളാരും എന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ശമ്പളം തരുന്നില്ലല്ലേ? ഇല്ല. ഞാനപ്പോ എന്റെ കണ്ട വീഡിയോയിലെല്ലാം നല്ല വെൽ ഡ്രസ്ഡ്, നല്ല അടിപൊളിയാണ്. പക്ഷെ ഇവിടെ വന്ന് ഞാൻ നേരിട്ട് കണ്ടപ്പോഴാ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നിങ്ങളാരും ശമ്പളം തന്നിട്ടില്ല എന്റെ വീഡിയോ കാണുന്നത്. ഞാൻ എന്റെ സ്വകാര്യ സമയം, പ്രൈവറ്റ് സമയം മാറ്റി വെച്ച് നിങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കി. നിങ്ങൾ വീഡിയോ കാണുന്നതിന് വിചാരിക്കുന്നത് ഇത് ചുമ്മാ പറഞ്ഞു തീർക്കാന്ന്. ചുമ്മാ പറഞ്ഞു തീർക്കല്ല, എല്ലാ വീഡിയോകൾക്കും അത്യാവശ്യം സാമാന്യ ഭേദപ്പെട്ട ഒരു റിസർച്ച് ഒക്കെ ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യണം. എത്ര അറിവുള്ള ആൾക്കാരാണെങ്കിലും അത് ചെയ്തേ പറ്റുള്ളൂ. അതിനെ കുറിച്ച് നമുക്ക് അറിവില്ലാതെ പറയാൻ പറ്റില്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഒന്ന് നമ്മൾ റിവിഷൻ മനസ്സിലുണ്ടാക്കിയെടുത്ത് പിന്നെ പറയുന്ന ഭാഷകളെ പറ്റിയിട്ട് ഒരു ധാരണ വേണം. അപ്പൊ നിങ്ങൾ മനസ്സിൽ വയ്ക്കും, ഈ തെറി പറയാനും പ്രാക്ടീസ് വേണം, തെറി പറയാനും പ്രാക്ടീസ് വേണം. ചുമ്മാ പറയാൻ പറ്റില്ല. എല്ലാ കട്ടപ്പറ്റ ഇപ്പൊ അഫ്സല് വന്ന് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പം തെറി പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനൊരു മൂടൊക്കെ ഉണ്ട്. അതിന് പറ്റിയൊരു സാഹചര്യം അഫ്സല് ഒരുക്കിക്കൊണ്ട് വരാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അഫ്സലിന് 4 ചീത്ത വിളിക്കാൻ പറ്റും. എനിക്ക് 2 തെറി കേൾക്കാൻ പറ്റും അല്ലേ? അത് കട്ടപ്പറ്റയ്ക്ക് എല്ലാം വിളിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ബുദ്ധിമുട്ടാ. കള്ളു കുടിച്ചിട്ട് വരാമെന്ന് എന്നെ കൊണ്ട് പറ്റിയല്ല നിങ്ങളെ തെറിയാക്കാൻ വേണ്ടി. അല്ലാതെ ഞാനും കുടിക്കത്തില്ല, അത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ പിന്നെ നമുക്ക് തെറി വിളിക്കാൻ, നിങ്ങൾക്ക് കള്ളു കുടിക്കാതെ തെറി വിളിക്കാൻ പറ്റില്ല. അതാ പറഞ്ഞ കട്ടപ്പച്ചയ്ക്ക് എങ്ങനെ വിളിക്കുന്നേ? ഒരു കാരണം വേണ്ടേ? അതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ കയറി അവന്റെ ഏതാണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിട്ട് അവനുമായിട്ട് കയറി കൊളുത്തി. ലാസ്റ്റ് ആദ്യം നല്ല മര്യാദയ്ക്ക് സഭ്യമായിട്ടൊക്കെ ചെറുക്കനോട് സംസാരിച്ച് നമ്മള് മക്കളെ എന്നൊക്കെ വിളിച്ച് നമ്മുടെ മക്കളോടുള്ള സ്നേഹം വെച്ചിട്ടാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞെ അവൻ ഇങ്ങോട്ട് കയറി ഉണ്ടാക്കാൻ വന്നെ പിന്നെ ഞാൻ പറഞ്ഞ വളമേരിന്ന് പറഞ്ഞിട്ട് വന്നേ. ഇങ്ങോട്ടാ മര്യാദ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ ഉടനെ എന്നെ പഠിപ്പിക്കാൻ വരികയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു മൂടായി. അന്നേരമാണ് നമ്മളത് പറയേണ്ടി വന്നത്. ഞാൻ വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. കണ്ടായിരുന്നല്ലേ? സൂപ്പറായിട്ടുണ്ട്. കിടക്കുന്നേ. അതെ, അതാ അവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് തന്നെ, ചോദിച്ചു മേടിച്ചതാ. അതേസമയം മര്യാദക്കാരനായിരുന്നെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കായിരുന്നെങ്കിൽ നമ്മൾ ആ വീഡിയോ ഒന്നും എടുത്തില്ല, നാട്ടുകാർ കാണണ്ടാന്ന് കാണും. അതെ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഈ യൂട്യൂബില് ഇത് സബ്സ്ക്രൈബർ കൂട്ടിക്കൊടുക്കലൊക്കെ? അതും നടക്കാത്ത കാര്യമാണെന്നേ. ആണല്ലേ? യൂട്യൂബില് ഇപ്പം അഫ്സൽ എന്റെ ഒരു വീഡിയോ കാണാൻ വരികയാണെങ്കിൽ അഫ്സലിനൊരു ഏകദേശം പ്രതീക്ഷ കാണും. അത് വെച്ച് അഫ്സലിന് ഇഷ്ടപ്പെടുകയാണ്. ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട്, പിന്നെ ഒരു വീഡിയോ കണ്ട് അതും ഇഷ്ടപ്പെട്ട്, അപ്പോഴായിരിക്കും ചിലപ്പോ അഫ്സല് ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അല്ല ചുമ്മാതെ വന്നിട്ട് അഫ്സലിന്റെ അമ്മയുടെ മോനൊന്നും അല്ലല്ലോ ഞാന് അല്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇനി ഇതിനകത്ത് വേറെ വലിയ സംഭവം, നമ്മൾ അറിയാതെ നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ മഹാസംഭവം ഉണ്ട്. ഒരുമാതിരി മഫിയ പ്രവർത്തനം എന്ന് വേണേ പറയാം. ഇവരൊരു മാഫിയ പോലെയാണ്. അല്ല, അതാണ് ഈ നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ ഈ കണ്ടന്റുകൾ അല്ല നമ്മളുടെ ക്രിയേഷൻ അല്ല നമ്മുടെ ഇതിനെയൊക്കെ വിശ്വസിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെ അണ്ണാക്കി കൊടുക്കുക എന്ന് പറയുന്ന പരിപാടിയാണ്. കാര്യം കൂടെ നിൽക്കുന്നവരെ ചതിക്കുക എന്ന് പറയത്തില്ലേ, അതതിന്റെ ഒരു വേർഷനാണത്. ഇപ്പൊ ഇവരുടെയൊക്കെ കുറെ ഫോളോവർമാരും എന്താ പറയുന്ന ലൈക്ക് ചെയ്തേക്കുന്നവരും അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ കാണുമല്ലോ. ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെ ഫാമിലി സർക്കിൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ മൊത്തത്തിൽ കൂടെ പച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. വിശ്വാസവഞ്ചന എന്ന് ശുദ്ധ മലയാളം. ആ വിശ്വാസവഞ്ചന നടത്തുകയാണ് ചെയ്യുന്നത്.
അവരെ കൊണ്ട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കൂടത്തിൽ കുറെ ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ ആൾക്കാർ, അതുപോലെ നക്കാപ്പിച്ച കൊടുക്കുമായിരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു നിയമം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു നിയമം എഴുതി അത് പിന്നെ ഇംപ്ലിമെന്റ് ആകുന്നതിന് മുൻപ് തന്നെ ആ നിയമത്തെ എങ്ങനെ മറികടക്കാമെന്നുള്ളതും ആൾക്കാർ കണ്ടുപിടിക്കും. തീർച്ചയായിട്ടും ലൂപ്പ് ഹോൾ ആദ്യം കണ്ടുപിടിക്കും. അപ്പൊ ആ ലൂപ്പ് ഹോൾ അറിയാവുന്ന ഞങ്ങളുടെ നാട്ടുകാർ എനിക്കിട്ടേക്കുന്ന ഒരു പേരുണ്ടായിരുന്നു, കുരുട്ടുബുദ്ധിയാണ്. അത് കുരുട്ടുബുദ്ധിയല്ല, ആക്ച്വലി അതിന് ബുദ്ധി വേണം. ഒരു നിയമത്തെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് കുരുട്ടുബുദ്ധി എന്ന് പറയണ്ട, അതിന് ബുദ്ധി വേണം. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളുടെ പല വീഡിയോകളിലും പല പിന്നെ മറ്റു സബ്ജക്റ്റുകളിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിയമപ്രശ്നം ഉണ്ടാകും എന്നുള്ളിടത്തൊക്കെ വരുന്നിടത്ത് ഞാൻ ചില നീക്കുപോക്കൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ലീഗലി നിങ്ങൾക്ക് എന്റെ രോമത്തെ തൊടാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അച്ഛന്റെ അറിവിൽ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് അറിയത്തില്ല. അപ്പം പക്ഷെ അതുപോലെ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. എല്ലാ നിയമത്തിനും ഓവർകം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നിയമം ഉണ്ടാക്കി അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് ആദ്യം പഠിപ്പിക്കുന്നത്. കാര്യം നിയമം ഉണ്ടാക്കുന്നവരാണല്ലോ ഏറ്റവും വലിയ മഫിയകളും തെമ്മാടികളെന്ന് നാടൻ ഭാഷ പറയുന്നത്. അപ്പൊ നിങ്ങൾ നിയമം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ലൂപ്പുകൾ ഞാൻ ആക്ച്വലി നിയമം പഠിച്ചിട്ടില്ല, ഞാൻ വക്കീലൊന്നുമല്ല. പിന്നെ പക്ഷെ എന്റെ ജീവിതം കൊണ്ട് എന്നെ പഠിപ്പിച്ചതാണ്. അങ്ങനെ പഠിച്ചതാണല്ലേ? അതല്ലാതെ നിയമപരിജ്ഞാനം ഇല്ല നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ചും കേരളത്തില്. പിന്നെ പിന്നെ വേറെ പുതിയ ഓപ്ഷനുകളുണ്ട്. ഇപ്പം നമ്മുടെ ഈ പോലീസൊക്കെ ചാർത്തുന്നില്ലേ 326 വകുപ്പല്ലേ, 356, 346, 146 എന്നൊക്കെ പറഞ്ഞ് വകുപ്പ് എഴുതത്തില്ലേ. ഈ വകുപ്പൊക്കെ ഇപ്പൊ ഗൂഗിളിലോട്ടോ എയിലോട്ടോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ജനിച്ചപ്പം മുതലുള്ള സർവ്വ വിവരങ്ങളും വരും. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കോടതിയിലൊക്കെ കയറി കേസ് വാദിക്കാം. അതൊരു വലിയ ഇഷ്യൂ ഒന്നുമല്ല. ഞാൻ വാദിച്ചിട്ടുണ്ട്, അതാണ് സത്യം. നിങ്ങൾ സ്വന്തമായിട്ട് വാദിച്ചിട്ടുള്ള 1-2 വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. നിലനിൽപ്പല്ലേ പ്രശ്നം? അല്ല, വാദിച്ചതിന്റെ വീഡിയോ അല്ല നിങ്ങളായിട്ട് പറഞ്ഞിരുന്നത്. അല്ല, നിങ്ങളുടെ ഇടയിലല്ലേ, നിങ്ങൾ മലയാളികളുടെ ഇടയിലല്ലേ ഇത് ജീവിച്ചത്. അപ്പൊ നിങ്ങളുടെ ഇടയ്ക്ക് എനിക്കൊരു രോഗപ്രതിരോധ ശേഷി ഞാൻ തന്നെ കണ്ടെത്തണം. ഇല്ല നിങ്ങൾ എന്നെ ഒന്നി ആത്മഹത്യ ചെയ്യിച്ചാൽ എന്നെ കുഴിച്ചു മൂടിയല്ലോ. അല്ല, മലയാളികളുടെ ഇടയ്ക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ മലയാളികളുടെ ഇടയ്ക്ക് ഏറ്റവും കുറച്ച് ജീവിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല മലയാളികളുടെ ഇടയ്ക്ക് ജീവിച്ചിട്ടില്ല. അതൊരു വലിയ പോയിന്റാണ്. എന്റെ ലൈഫിന്റെ നല്ലൊരു ഭാഗവും ഞാൻ മറ്റാൾക്കാരുടെ ഇടയ്ക്കാണ് ജീവിച്ചത്. അത് വടക്കേ ഇന്ത്യക്കാരാകാം, എല്ലാ സ്റ്റേറ്റുകാരുടെയും കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു മെച്ചമൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ ആ ഒരു കമ്പാരിസൺ ഒന്ന് ചെയ്ത് നോക്കിയോ മലയാളികളുമായിട്ട്? ചെയ്യുമ്പം പല കാര്യങ്ങളിലും മലയാളികൾ മോശം തന്നെയാണ്. എന്നാ 100% അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. അതിനകത്ത് നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. ഈ 5 വിരലും ഒരുപോലെ അല്ലെന്ന് പറഞ്ഞ മാതിരി പിന്നെ പലരും പല സ്വഭാവം, പല രീതി, അവരവരുടെ കുടുംബത്ത് പഠിക്കുന്നത്, മാതാപിതാക്കൾ പഠിപ്പിച്ചത്, അങ്ങനെയൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്കിടയിൽ ഈ പ്രൗഢികളൊക്കെ ഉണ്ടായി വരുന്നത്. പക്ഷേ അവസാനമായിട്ട് ചിന്തിക്കുമ്പം നമ്മൾ മലയാളി എന്ന് പറയുന്ന ഒരു ലേബലിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റാൾക്കാർ മലയാളിയിൽ നിന്ന് ചില പ്രതീക്ഷകൾ വെക്കുന്നുണ്ട്. തന്നെ ഒരു എക്സാമ്പിൾ, തമിഴന്മാര് നമ്മളെ ഞാൻ പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, തമിഴിന് മലയാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അത് സഹോദരങ്ങളെ പോലെ തന്നെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ആ സഹോദരൻ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയല്ലേ നമ്മുടെ സർക്കാർ കഴിഞ്ഞ ദിവസം പിന്നെ RCCയിലെ വേസ്റ്റും പിന്നെ ബയോമാലിന്യങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് പിന്നെ തിരുനെൽവേലി കൊണ്ടുവന്ന് തമിഴിൽ ഉണ്ടാക്കി തള്ളിയത്. അതിന് തന്തയ്ക്ക് ഇവർ കഴിയെന്ന് പറയണ്ടായോ? ഇതെങ്ങനെ പോയ അവിടെ? അത് അവന്മാർക്കെല്ലാം അറിയുള്ളൂ. ഇത്രയും വേസ്റ്റ് മാനേജ്മെന്റ് കേരളത്തിൽ നടക്കില്ല. പിന്നെ നമ്മളറിയാത്ത വലിയ വലിയ മഫിയ പ്രവർത്തനങ്ങൾ ഒരുപാട് മേഖലകളിൽ നടക്കുന്നുണ്ട്. ഇത് അതിന്റെ ഭാഗമാണ്. അതിനകത്ത് ആ ആശുപത്രിയുടെ മേലാളന്മാരായിട്ട് ഇരിക്കുന്ന തമ്പരാക്കന്മാര് വരെ ഇതിനകത്ത് വീതം പറ്റുന്നവരാണ്. പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുന്നുണ്ട്, അവരെ കണ്ടില്ല, അറിഞ്ഞില്ല, കേട്ടില്ല, നോക്കണ്ട ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാനം സബ് കളക്ടർ സഹിതം 60 സാറന്മാര് പോയിട്ട് അത് വാരി കെട്ടിക്കൊണ്ട് പോകേണ്ടി വന്നു. വല്ല കാര്യമുണ്ടോ? തിരിച്ചു വാരി കെട്ടിക്കൊണ്ട് പോയോ? വാരി കെട്ടിക്കൊണ്ട് പോകുന്നു. തീർന്നോന്ന് അറിയത്തില്ല. വാരിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? അത് ആ പ്രദേശത്തുള്ള ഞാൻ പറഞ്ഞില്ലയോ, തമിഴന്മാർക്ക് നമ്മളോട് നല്ല സ്നേഹവും നല്ല ബഹുമാനവും നല്ല ഇതുമാണ്. നമ്മളെന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വന്തം കുടുംബത്തെ ആൾക്കാരെ പോലെയാണ്. അത്രയൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സമയങ്ങൾ ഈ തമിഴ്നാട്ടിൽ കൂടെ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ചെയ്യുന്ന യാത്ര ചെയ്യുകയും ചെയ്തു. ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിച്ചിട്ട് ഇന്ന് വരെ തമിഴ്നാട് പോലീസ് എനിക്കെതിരെ ഒരു കേസ് എടുത്തിട്ടില്ല. അതെന്താ, തമിഴ്നാട് പോലീസ് മോശമായിട്ടാണോ അതോ ഞാൻ നല്ലവനായിട്ടാണോ? ഞാൻ നല്ലവനായതുകൊണ്ട് തന്നെയാണ് എടുക്കാത്തത്. അതിനുള്ള വകുപ്പ് അവർക്കുണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, കൊറോണ ടൈമിൽ നമ്മുടെ ഈ പ്രദേശങ്ങൾ മുഴുവൻ അടച്ചു കെട്ടി ഒരു മനുഷ്യനെ
നിലം തൊടിക്കാതിരുന്ന സമയത്തും അന്ന് ഞാൻ ഈ റോഡിലുണ്ടായിരുന്നു. ഉണ്ട്. പിന്നെ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഓപ്ഷൻ വെച്ചത്, വഴി വരുന്ന ആൾക്കാർക്ക് ഇഡ്ഡലി സാമ്പാറും കൊടുക്കാം, ചായ കൊടുക്കാം എന്നും പറഞ്ഞിട്ട്. അങ്ങനെയാണ് നിങ്ങൾ ഒരു സർവീസിന്റെ ഭാഗമായിട്ടാണ് കട തുടങ്ങിയത്. ഇല്ലേ പിന്നെ 5 രൂപയ്ക്കാണ് ഇഡ്ഡലി കൊടുക്കുന്നത്. 5 രൂപയ്ക്ക് ഇഡ്ഡലി, 5 രൂപയ്ക്ക് ചായ. അതിനകത്ത് തന്നെ പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം എന്റെ പോക്കറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. വലിയ മുതലാളിയായിട്ടൊന്നുമല്ല, നമ്മളതൊരു സർവീസായിട്ട് ചെയ്തതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില മലയാളികൾ നമ്മൾ ഈ പറഞ്ഞ അത്രയും ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നിട്ട് വലിയ ഉത്തരവിടുന്ന മാതിരിയൊക്കെ ഇങ്ങോട്ട് ഇടും. അന്നേരം ജോലിക്കാരൻ എന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ടെ ഞാനെ കണ്ടു കാണിക്കും. അവനോട് ഞാൻ 10 രൂപ വെച്ച് മേടിച്ചിട്ടുണ്ട്. കാര്യം നിന്റെ കഴപ്പ് തീർക്കാനല്ലോ ഞാനിരിക്കുന്നത്. ഞാൻ എന്റെ കയ്യിലെ കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ മേടിക്കും. ആ സമയത്ത് എല്ലാവർക്കും ഒരു ഇതിലൊരു പോയവർക്കൊക്കെ വലിയൊരു സഹായമായിരുന്നു പറഞ്ഞു കേട്ടോ. അന്ന് ഇവിടുത്തെ പോലീസുകാര്, തമിഴ്നാട് പോലീസുകാര് മൊത്തം ഇവിടെ വന്ന് ചായ കുടിക്കുമായിരുന്നു. എപ്പോ വന്ന് ചോദിച്ചാലും ചായ കിട്ടുമായിരുന്നു. അതിന് ജോലിക്കാരങ്ങ് പോയി കഴിഞ്ഞാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ചായ ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ രണ്ടാമത് ഇന്ന് വരെ അഫ്സലിനറിയാലോ, ഇവിടെ ഈ പ്രദേശങ്ങളിലെല്ലാം ഈ വായിൽ വെക്കുന്ന മറ്റേ സിനാപ്പിയൊക്കെ ഇല്ല, എന്തായാലും പറയണേ, ഈ മയക്കുമരുന്ന് മാതിരി തമ്പാക്കെന്ന് അത് നമ്മുടെ നോർത്തിലോട്ട് പറഞ്ഞത്. ഇവിടെ എന്താ ശംഭുവോ ഗണേശ എന്നൊക്കെ അങ്ങനെ കുറെ കമ്പനിക്കാരുടെ പേരൊക്കെ. അപ്പൊ ആ സാധനം ഇവിടെ എല്ലാം കടകളിൽ വിൽക്കുന്നുണ്ട്. പണ്ടും വിൽക്കുന്നുണ്ട്, ഇന്നും വിൽക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വരെ എന്റെ വീട്ടില് പബ്ലിക്കായിട്ടില്ല, അകത്ത് വെച്ച് കൊടുക്കുക. അതിന് പോലും എന്റെ അടുത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചില്ല. പിന്നെ അടുത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുണ്ട്, ജീവിച്ചിട്ടുള്ള സമയത്ത് ഇന്ന് വരെ ഒരു പോലീസുകാരൻ എന്നെ ഏടാന്ന് നീയെന്നൊന്നും വിളിച്ചിട്ടില്ല. സാറേന്നെ അവര് വിളിച്ചിട്ടുണ്ട്. അതെന്റെ മഹാത്മ്യം കണ്ടിട്ടൊന്നുമല്ല, അവരങ്ങനെയാണ് പഠിക്കുന്നതും പഠിപ്പിച്ചതും. പ്രത്യേകിച്ച് മലയാളി അന്യ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ അവർ സാറേ വിളിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മള് മലയാളികളുടെ അടുത്ത് കേരള പോലീസ് ചില എടാപടാ പൂപോലെ മറ്റേ മരുന്ന് വിളിക്കുന്ന മാതിരി ചിലപ്പോ ഇവിടുത്തെ പ്രാദേശിക ആൾക്കാരെ അവർ വിളിക്കുന്നുണ്ടായിരിക്കും സാഹചര്യവശാൽ. അവരുടെ കയ്യിൽ എന്തെങ്കിലും കാണുമ്പോഴായിരിക്കും. അതേസമയം എന്റെ ജീവിതത്തില് ഇന്ന് വരെ ഒരു പോലീസുകാരൻ എന്നെ സാറേന്ന് പോയിട്ടൊന്ന് പേരെടുത്ത് പോലും വിളിച്ചിട്ടില്ല. അവൻ എടാ മോനെ, മറ്റേ മോനെ, പൂ മോനെ, മാ മോനെ എന്നല്ലേ വിളിക്കുകയുള്ളൂ. കാര്യം അവനെ പഠിപ്പിച്ചേക്കുന്ന അതാണ്. ആ സംസ്കാരം അങ്ങനെയായി പോയി. അപ്പൊ പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കയറി ഒരു മൈലേന്ന് വിളിക്കുന്നതാണ്ട് വലിയ കുഴപ്പമാണ്. അതില്ല. അപ്പൊ എന്തായാലും പിന്നെ ഈ മെഡിക്കൽ വേസ്റ്റ് കേരളത്തിലെത്തി തമിഴ്നാട്ടിൽ നിന്ന്. കുറച്ചധികം ചെന്നെന്ന് അറിഞ്ഞു, മൊത്തം ചെന്നിട്ടില്ലെന്നാ എന്റെ ഒരു അനുമാനം. ഇതെങ്ങനെ അവിടെ തമിഴ്നാട്ടിലെത്തി എന്നുള്ള ഒരു തമിഴ്നാട്ടിലെത്തിയത് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഈ പിന്നെ മലയാളികള് പിന്നെ വേസ്റ്റ് എന്ന് പറയുന്ന ആ മെറ്റീരിയലുകൾ മുഴുവൻ ഈ തമിഴ്നാടിനാണ് വരുന്നത്. അത് ഏത് തരമായാലും, പ്ലാസ്റ്റിക് ആയാലും അലൂമിനിയം ആയാലും മറ്റേ ഇലക്ട്രോണിക് ആയാലും എല്ലാ വേസ്റ്റുകളും തമിഴ്നാടിനാണ് വരുന്നത്. ഈ ഇടക്കാലത്തൊക്കെ തമിഴ്നാട് നല്ല ഏറ്റവടിയും കൊടുത്തു തിരിച്ച്. വണ്ടികൾ ഇവിടെ ബ്ലോക്ക് ആയി ഇവിടെ വണ്ടി കിടന്ന സമയമുണ്ട്. വേസ്റ്റ് കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതെല്ലാം പിന്നെ 25,000 50,000 ഒക്കെ ഫൈൻ കോടതിയിൽ അടച്ചിട്ടാണ് പിന്നെ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റിയത്. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് ടൂറ്റം കൊള്ളുന്നത് എന്തുവാ, അയ്യോ ഞങ്ങളുടെ നാട്ടിലൊരു വേസ്റ്റും ഇല്ല. റോഡിലോട്ട് ഇറങ്ങി നോക്കണം. റോഡിലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. റോഡിലും പിന്നെ റോഡ് സൈഡിലും ഒക്കെ കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ മാത്രമേ ഉള്ളൂ മാലിന്യം ഇല്ലാത്ത. ഈ റോഡില് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് അവിടുന്ന് വേസ്റ്റ് മീൻ കേരളത്തിൽ നിന്ന് കയറ്റി തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകണം. ഈ റോഡ് മുഴുവൻ വെള്ളം അതിൽ നിന്ന് വേസ്റ്റ് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. അല്ല ഇനി അത് വേസ്റ്റ് മീന് അതിന്റെ വെള്ളം വീണ്ട നമുക്ക് റോഡ് സൈഡിൽ നിൽക്കാൻ വയ്യ. വീട്ടിലാണ് അല്ല അത് ഈ ഉപയോഗം കഴിഞ്ഞ മീന്, ഉപയോഗം കഴിയാത്ത നമ്മളിനി വാങ്ങി കഴിക്കേണ്ട മീൻ ഇവിടുത്തെ വഴി പോകാറുണ്ട്. അത് പോകുന്ന സമയത്ത് ഇതേ വാടയാണ്. അത് പിന്നെ മണിക്കൂറുകൾ നിൽക്കുക, മാറിപ്പോകത്തില്ല. കാറ്റുണ്ടെങ്കിൽ പോലും മാറിപ്പോകത്തില്ല. അതിവിടെ പിന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചിട്ട് പിന്നെ കുഴിച്ചിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. പക്ഷെ ഇത് നാട്ടിൽ സാധാരണക്കാരറിയുന്നില്ലേ. ഞാന് പിന്നെ ഒരാൾ വലിപ്പമുള്ള മീനൊക്കെ കാണുന്നത് ഇവിടെ ഈ പിന്നെ കൊറോണ ടൈമിൽ പോലീസ് ഇത്തരം വണ്ടികൾ പിടിച്ച് കുഴിച്ചിരുന്ന മീൻ കുഴിച്ചിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും വലിയ മീനൊക്കെ ഇത്രയും വലിയ മീനുണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ഇത് പോലീസ് പിടിച്ചില്ലെന്ന് ഇതെല്ലാം കേരളത്തിൽ പോയി മനുഷ്യർ തിന്നുമല്ലേ. തീർച്ചയായിട്ടും. അപ്പം വലിയ മലയാളി മഹാത്മ്യം ഒന്നും എന്നോട് പറഞ്ഞിട്ട് വരരുത്. ഇല്ല. ശരി, നമ്മൾ വന്ന കാര്യത്തിലോട്ട് കിടക്കാം. ശരി, എന്നാ ഓക്കെ. ഇത്രയും സംസാരിച്ചു. ആയിക്കോട്ടെ. താങ്ക് യു.